വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ PR അരവിന്ദാക്ഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന അരവിന്ദാക്ഷൻ 2 ദിവസം മുൻപാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 92 അനുസരിച്ച് 3 മാസത്തിലെ 3 യോഗത്തിൽ ഹാജരാകാതിരുന്ന അരവിന്ദാക്ഷൻ അയോഗ്യനാണെന്നിരിക്കെ യോഗത്തിൽ ബലമായി പങ്കെടുത്തത് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാണെന്നും വിഷയം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അറിയിച്ചു. ഭരണഘടനാ പ്രകാരം 93-94 ആക്ട് അനുസരിച്ച് രൂപീകൃതമായതാണല്ലോ മുനിസിപ്പൽ നഗരസഭ ആക്ട്. ആ മുനിസിപ്പാലിറ്റി ആക്ടിൽ 92 സെക്ഷനിൽ പറയുന്ന പോലെ 3 മാസത്തിൽ കൂടുതൽ 3 മാസത്തെ 3 മീറ്റിങ്ങിൽ കൂടുതൽ ഹാജരാവാതിരിക്കുകയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ജനറൽ കമ്മിറ്റിയിലോ ഹാജരാവാതിരുന്ന ഒരാൾ അയോഗ്യനാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഹാജരാവാതിരുന്ന അരവിന്ദാക്ഷൻ നിയമപ്രകാരം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് അയോഗ്യനാണ്. അങ്ങനെ അയോഗ്യനായ ഒരാൾ, അത് സെക്രട്ടറിയാണ് പറയേണ്ടത്, അയോഗ്യനായ ഒരാളെ എങ്ങനെയാണ് ഈ യോഗത്തിൽ കയറ്റിയിരുത്തുന്നത്? നമുക്ക് ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിൽ ദേശമംഗലം പഞ്ചായത്ത് 3 മാസം മീറ്റിങ്ങിന് ഹാജരായില്ല, സെക്രട്ടറി അയാളെ അയോഗ്യനാക്കിയതുകൊണ്ട് ലെറ്റർ കൊടുത്തു, ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. അതാണ് ഈ ആക്ടിൽ പറയുന്ന ഇത്. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ നടപടി, ഭരണഘടനാ വർഷമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് ചെയർമാൻ സ്വീകരിക്കുന്നത്. അതേസമയം അരവിന്ദാക്ഷന് ഒരു അയോഗ്യതയുമില്ലെന്നും അരവിന്ദാക്ഷൻ മാസങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച ലീവ് കൗൺസിലിൽ അംഗീകരിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് പ്രസക്തിയില്ലെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ കൗൺസിൽ യോഗത്തിൽ മറുപടി നൽകി. ലീവ് അംഗീകരിച്ചതാണ്. അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നും അയാൾക്ക് പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വേറൊരു നടപടി മുനിസിപ്പൽ എന്ന രീതിയിൽ നഗരസഭാ സെക്രട്ടറിക്ക് അരവിന്ദാക്ഷൻ നോട്ടീസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അരവിന്ദാക്ഷൻ ജയിലിലായിരുന്നു. ആ ജയിലിലായതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അനുമതിയോടുകൂടി കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് കഴിയില്ല എന്ന രീതിയിലാണ് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഈ ക്രയവിക്രയം നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അരവിന്ദാക്ഷന് നമുക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അയോഗ്യനല്ല, യോഗ്യൻ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ ഇവിടെ പങ്കെടുക്കുന്നത്. അരവിന്ദാക്ഷൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു വിവരം അരവിന്ദാക്ഷൻ കൊടുത്തിട്ടില്ല. മറ്റുള്ള ആളുകൾ അയോഗ്യനാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുക, നമ്മളല്ല.